ജിൻഡോ വൈകി വന്നതുകൊണ്ട് ആദ്യം ചോദിച്ച ചോദ്യം ഞാൻ ഒന്നുകൂടി ജിൻഡോയിലേക്ക് ചോദിക്കുകയാണ്. ഇന്ന് നടന്ന 95-ൽ 49 കഴിഞ്ഞ തവണ NDA നേടിയതാണ്. നിങ്ങൾക്കത് 11 ഇത്തവണ നിങ്ങൾ എത്രയാണ് പ്രതീക്ഷിക്കുന്നത്? പ്രത്യേകിച്ച് കർണാടകയിലും മഹാരാഷ്ട്രയിലെയും സാഹചര്യങ്ങൾ നിങ്ങൾ എങ്ങനെ തുണയ്ക്കുമെന്നാണ് കരുതുന്നത്? കർണാടകയിൽ പ്രജ്വൽ രേവണ്ണ പ്രതിഫലിക്കില്ല എന്നാണ് ഇപ്പോൾ ശ്രീപത്മനാഭൻ സമർത്ഥിക്കുന്നത്. സ്മൃതി, ഇതിൽ ഓരോ ഘട്ടത്തിലെയും തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഈ രാജ്യത്തെ മുഴുവൻ ആളുകൾക്കും ചില വിലയിരുത്തലുകളുണ്ട്. അതിൽ BJPക്കാർ ഒഴിച്ചിട്ട് ബാക്കി എല്ലാവർക്കും ഏകദേശം ഒരു ധാരണയുണ്ട്. കാരണം വിശ്വഗുരുവിന് അനുകൂലമായിട്ടുള്ളൊരു തരംഗം ഈ രാജ്യത്ത് രൂപപ്പെട്ടിട്ടില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് വോട്ടിംഗ് ശതമാനത്തിൽ വന്നിട്ടുള്ള കുറവുകൾ കൊണ്ട് മാത്രമല്ല, ഈ ഓരോ ഘട്ടം കഴിയുമ്പോഴും ഭരിക്കുന്ന പാർട്ടി BJPയുടെ ദേശീയ നേതാക്കന്മാർ, പ്രധാനമന്ത്രി അടക്കമുള്ള അമിത്ഷാ അടക്കമുള്ള നേതാക്കന്മാർ അവരുടെ സ്ട്രാറ്റജി മാറ്റുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവർ ഓരോ ഘട്ടത്തിൽ അവരുടെ ഗ്യാരണ്ടി പറയുന്നു, അതിനുശേഷം 400 സീറ്റ് എന്ന് പറയുന്നു. ഇതൊന്നും നടക്കുന്നില്ലെന്ന് കാണുമ്പോൾ പതിവ് പരിപാടിയായിട്ടുള്ള വിദ്വേഷം, വിഷം അല്ലെങ്കിൽ വർഗീയതയൊക്കെ വിളമ്പിക്കൊണ്ടിരിക്കുക. അതിനപ്പുറത്ത് ഒന്നും ഇനി എടുത്ത് ഉപയോഗിക്കാനില്ല. ഇവിടെ മോദിയുടെ ഗ്യാരണ്ടി എന്നൊക്കെ പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു സീറ്റ് അവർ ഭരണത്തിലേക്ക് ഒരു 4-ാം തീയതി കാണാം എന്നൊക്കെ വെല്ലുവിളിക്കുന്നു. ഇതെല്ലാവർക്കും പറയാൻ പറ്റുന്ന, എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിനിധികൾക്ക്, വക്താക്കൾക്ക് പറയാൻ പറ്റുന്ന 4-ാം തീയതി കാണാൻ പറ്റുമെന്നൊക്കെ. പക്ഷെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം വെച്ചിട്ട് പ്രജ്വൽ രേവണ്ണയുമായി ബന്ധപ്പെട്ട വിഷയം കർണാടകയിൽ മാത്രമല്ല, ഈ രാജ്യത്തെമ്പാടും നാരി ശക്തി എന്നും സ്ത്രീ സുരക്ഷ എന്നൊക്കെ പറയുന്ന നരേന്ദ്രമോദി ഈ രാജ്യം ഭരിക്കുന്ന കാലഘട്ടത്തിൽ, നിരന്തരം അതിനെക്കുറിച്ച് പറയുന്ന കാലഘട്ടത്തിൽ മണിപ്പൂരിലെ മൗനം നമ്മൾ കണ്ടു. മറ്റനേകം ഉന്നാവോയും ഹത്രാസും അല്ലെങ്കിൽ ഹത്വയും അടക്കമുള്ള സംഭവങ്ങളിലെ മൗനമൊക്കെ നമ്മൾ നിരവധി വട്ടം കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് പ്രജ്വൽ രേവണ്ണ കേസിലും പ്രത്യേകമായിട്ട് ഒരു നടപടി സ്വീകരിക്കുമെന്ന് നമ്മൾ വിചാരിക്കുന്നില്ല. പക്ഷേ രാജ്യത്തെ പൊതുജനങ്ങൾക്കിടയിൽ, പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഇടയിൽ, യുവാക്കളുടെ ഇടയിൽ കൃത്യമായിട്ട് BJPക്കെതിരെ ഈ പ്രജ്വൽ രേവണ്ണ വിഷയം നന്നായിട്ട് തന്നെ വർക്കൗട്ട് ആയിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെ ഒരു പ്രതീക്ഷ. കാരണം ഇതുപോലെയുള്ള നരാധമന്മാർക്ക് വേണ്ടിയിട്ട് എനിക്ക് വോട്ട് ചെയ്യുന്നത് പോലെയാണ് പ്രജ്വൽ രേവണ്ണയ്ക്ക് വോട്ട് ചെയ്യുന്നതെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് പ്രസംഗിച്ച നരേന്ദ്രമോദിയെ, പ്രജ്വൽ രേവണ്ണയുടെ മുഖം കാണുമ്പോൾ ഓരോ വട്ടവും നരേന്ദ്രമോദിയുടെ മുഖം കാണുന്ന പോലെയാണെന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. കേസിന് ശേഷം പിന്നീട് അദ്ദേഹം പറഞ്ഞത് പ്രജ്വൽ രേവണ്ണയ്ക്കെതിരെ കേസ് എടുക്കാൻ വൈകിയത് അത് കോൺഗ്രസിന്റെ തന്ത്രമായിരുന്നു എന്നാണ്. സ്മൃതി, ഇതില് അവിടെ ഒരു പരാതിക്ക് ഇട വന്നപ്പോൾ, പരാതിക്കാരുണ്ടായപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് കേസെടുക്കുന്നു, നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നു സംസ്ഥാന സർക്കാർ. പക്ഷെ അതിനൊക്കെ മുമ്പ് BJPയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ തന്നെ BJPയുടെ കേന്ദ്ര കമ്മിറ്റിക്കും പ്രധാനമന്ത്രി അടക്കമുള്ള ആളുകൾക്കും കൃത്യമായിട്ട് അറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. പ്രജ്വൽ രേവണ്ണയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇങ്ങനെ സെക്സ് ടേപ്പുകൾ ഉണ്ടെന്നും മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് എല്ലാ അലവലാദികളെയും കൂട്ടിക്കൊണ്ട്, കാരണം തങ്ങൾ കഴിഞ്ഞ 10 വർഷക്കാലം നടത്തിയ ഒരു കാര്യത്തിന്റെയും പേരിൽ വോട്ട് അഭ്യർത്ഥിക്കാൻ ശേഷിയില്ലാത്ത ഒരു പാർട്ടിയായി BJP അധപതിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള അലവലാദികളെ കൂടി കൂട്ടിക്കൊണ്ട് ആ കത്തൊക്കെ മറച്ചു വെച്ചുകൊണ്ട് സംസ്ഥാന BJPയിലെ ഉന്നതരായിട്ടുള്ള നേതാക്കന്മാരുടെ പോലും അഭിപ്രായത്തെ മാനിക്കാതെ പ്രജ്വൽ രേവണ്ണയ്ക്ക് അവരുടെ പാർട്ടിയുമായിട്ട് സഖ്യം ചേരുകയും അയാൾക്ക് സീറ്റ് കൊടുക്കുകയും ആ മണ്ഡലത്തിൽ വന്ന് അയാൾക്ക് വേണ്ടിയിട്ട് എന്റെ മുഖം കാണുന്നത് പോലെയാണ് എന്ന് പറഞ്ഞ് വോട്ട് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്ന രീതിയിലേക്ക് നരേന്ദ്രമോദി തരം താണതിന്റെ ലക്ഷ്യമെന്താ? അത് കാരണം BJPക്ക് ജയിക്കാൻ മറ്റൊരു വഴിയുമില്ലെന്നേ. നോർത്ത് ഇന്ത്യയിൽ അവരുടെ ട്രെൻഡ് താഴേക്കാണ്, ആളുകൾ അവർക്കെതിരാണ്. ഇവിടെ എത്രയൊക്കെ ഏതൊക്കെ ക്ഷേത്രത്തിൽ ആരതി ഒഴിയുന്നതിന്റെ ലൈവ് സംപ്രേഷണം നടത്തിയാലും, എന്തൊക്കെ വിദ്വേഷം വിളമ്പിയാലും, നമ്മൾ ഏതൊക്കെ രീതിയിൽ ഇത്തരം വർഗീയത വിളമ്പിയാലും, മനുഷ്യന് കഴിക്കാൻ നേരത്ത് വിശക്കുമ്പോൾ ഭക്ഷണം കിട്ടണം, അവന് വലിയ വിലക്കയറ്റം താങ്ങാൻ പറ്റുന്നില്ല, പെട്രോളിയം നികുതിക്കൊള്ള, മറ്റെല്ലാ രീതിയിലും മനുഷ്യരെ പോക്കറ്റടിക്കുന്ന കൊള്ളക്കാർ ഈ രാജ്യം ഭരിക്കുമ്പോൾ ആളുകൾ റിയാലിറ്റിയിലേക്ക് കടന്നു വരുമ്പോൾ നരേന്ദ്രമോദിക്ക് പിടിച്ചു നിൽക്കാൻ ഒന്നും സാധിക്കില്ല. അവിടെയാണ് സംസ്ഥാന സർക്കാരിനെ ആക്ഷേപിക്കുന്നത് BJP. പക്ഷെ ഞാൻ ചോദിക്കുന്ന BJPയുടെ നേതാക്കന്മാർക്കാണ് ഇത് ആദ്യം അറിയാൻ കഴിഞ്ഞത്. BJPയുടെ നേതാക്കന്മാരുടെ കയ്യിലാണ് പ്രജ്വൽ രേവണ്ണയുടെ വീഡിയോ ടേപ്പുകൾ ആദ്യം കിട്ടുന്നത്. BJPയുടെ നേതാക്കന്മാരുടെ കയ്യിലാണ്, അഖിലേന്ത്യാ നേതാക്കന്മാരുടെ കയ്യിലാണ് ഇതുമായി ബന്ധപ്പെട്ട കത്തും മറ്റു കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. അതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് കർണാടകയിലെ ജനങ്ങളെ വഞ്ചിക്കുന്ന നിലപാടല്ലേ, ഈ രാജ്യത്തെ പൊതുജനങ്ങളെ വഞ്ചിക്കുന്ന നിലപാടല്ലേ പ്രധാനമന്ത്രി അടക്കമുള്ള BJP നേതാക്കന്മാർ സ്വീകരിച്ചത്? ഇദ്ദേഹത്തിന്റെ ഗ്യാരണ്ടി തികച്ചും കള്ളമാണ്. ഇദ്ദേഹം പണ്ട് നോട്ട് നിരോധനത്തിന്റെ സമയത്ത് പറഞ്ഞില്ലേ, എനിക്ക് 50 ദിവസം തന്നാൽ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ പ്രശ്നങ്ങളും പരിഹരിക്കാമെന്ന്. ഒന്നും പരിഹരിച്ചില്ല എന്ന് മാത്രമല്ല, 150 മനുഷ്യർ അവർ അധ്വാനിച്ച് ഉണ്ടാക്കിയ പണം ബാങ്കിൽ നിക്ഷേപിച്ചിട്ട് അത് എടുക്കാൻ വേണ്ടി ക്യൂ നിന്ന് പൊരി വെയിലത്ത് മരിച്ചു വീഴുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഒരാൾക്കും ഒരു പരിഹാരവും ഉണ്ടായില്ല. നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ കള്ളവും കപടനാട്യക്കാരന്റെ ശൈലിയുമാണ്. അതുകൊണ്ട് അതിലൊന്നും ഒരു മനുഷ്യരും വിശ്വസിക്കില്ല. പിന്നെ കർണാടകയും തെലങ്കാനയും ഒക്കെ കോൺഗ്രസ് അതിശക്തമായിട്ടുള്ള തിരിച്ചുവരവിന് അരങ്ങൊരുക്കുന്ന സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. BJP അതിൽ വിളറുകൊണ്ടിരിക്കുക.
ചോദിക്കുക. മഹാരാഷ്ട്ര അടക്കമുള്ള സംസ്ഥാനങ്ങൾ, മഹാരാഷ്ട്രയും ഗുജറാത്തും മഹാരാഷ്ട്രയും ബീഹാറും ഉത്തർപ്രദേശും അടക്കുന്ന സംസ്ഥാനങ്ങൾ, പ്രധാനപ്പെട്ട 14 സംസ്ഥാനങ്ങൾ ഈ രാജ്യത്തിന്റെ വരുന്ന 5 വർഷത്തെ മാൻഡേറ്റ് തീരുമാനിക്കാൻ പോവുക. ആ 14 സംസ്ഥാനങ്ങളിൽ BJPക്ക് വലിയ രീതിയിലുള്ള സെറ്റ് ബാക്ക് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇവിടെ പ്രായം പറഞ്ഞ് ഒരുപാട് പേരെ മാറ്റി നിർത്തിയ നരേന്ദ്രമോദി ഇന്ന് ആ വിഷയം പറയില്ല. അദ്ദേഹത്തിന് ഗ്യാരണ്ടിയെ കുറിച്ച് ഇനി പറയാൻ പറ്റില്ല. അദ്ദേഹത്തിന് പ്രജ്വൽ രേവണ്ണയുടെ ടേപ്പ് പുറത്തു വന്നതിന് ശേഷം നാരി ശക്തിയെ കുറിച്ച് പറയാൻ പറ്റില്ല. അദ്ദേഹത്തിന് സ്ത്രീ സുരക്ഷയെ കുറിച്ച് പറയാൻ പറ്റില്ല. ബേട്ടി ബച്ചാവോയെ കുറിച്ച് പറയാൻ പറ്റില്ല. തന്റെ 10 വർഷത്തെ വികസന നേട്ടങ്ങൾ ഒന്നും തന്നെ എടുത്തു പറയാൻ പറ്റില്ല. കാരണം മനുഷ്യർക്ക് ഉപകാരപ്രദമായിട്ടുള്ള, സാധാരണ മനുഷ്യർക്ക് ഉപകാരപ്രദമായിട്ടുള്ള, അനുഭവവേദ്യമായിട്ടുള്ള ഒന്നും ചെയ്തു കൊടുക്കാത്ത ഒരു സർക്കാരാണ് ഇന്ന് 10 വർഷത്തിന് ശേഷം വീണ്ടും വോട്ട് ചോദിക്കാൻ വരുന്നത്. അതുകൊണ്ട് ശ്രീ പത്മനാഭൻ പറയുന്നത് പോലെയല്ല, ജൂൺ 4 ശേഷം കാണാമെന്ന് ആളുകളൊക്കെ വെറ്റുവെക്കും, വെല്ലുവിളിക്കുകയൊക്കെ ചെയ്യും. ജൂൺ 4 ശേഷം കാണാൻ പോകുന്നത് ഇന്ത്യൻ പാർലമെന്റിനകത്തേക്ക് ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാർ വരുന്നതായിരിക്കും നമ്മൾ കാണാൻ പോകുന്നത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.